ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകിയേക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ രംഗത്തെത്തി. കേസിന് അന്തർസംസ്ഥാനവോ അന്തർദേശീയവുമായ ബന്ധമുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസും സമാനമായ രീതിയിലുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ കേസിൽ ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണമുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തലുകളുള്ളതാണ്. ഇതിന് പിന്നിൽ ഒരു അന്തർ സംസ്ഥാന അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന് ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടോ എന്ന സംശയം കോടതിയും ഉന്നയിച്ചതാണ്. സ്വാഭാവികമായും കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതിനാൽ, ഒരു അന്തർ സംസ്ഥാന ബന്ധമുള്ളതിനാൽ CBI അന്വേഷണം ഉചിതമായിരിക്കും. ഈ കേന്ദ്ര ഇന്റലിജൻസിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ CBI എത്തുമോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള തുടക്കത്തിൽ, അതായത് ഈ ഒരു കൊള്ള പുറത്തേക്ക് വരുന്നു, അന്വേഷണം ആരംഭിക്കുന്നു, ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോപണം, പ്രതിപക്ഷമടക്കം ആരോപിച്ച ഒരു വിഷയമായിരുന്നു ഇത്. സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം എത്തിയിട്ടുള്ള വലിയൊരു കൊള്ളയാണ്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിനെ പിൻപറ്റി പിന്നീട് BJP അടക്കം കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് BJP അടക്കം രംഗത്ത് വന്നിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിൽ ഈ ഒരു സ്വർണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി, മാത്രമല്ല അമൂല്യമായ പല വസ്തുക്കളും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസമടക്കം പ്രഭാമണ്ഡലത്തിൽ നിന്നുള്ള സ്വർണ്ണമടക്കം ഇവിടെ നിന്ന് വേർതിരിച്ച് കൊള്ള നടത്തിയിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഇതൊരു വളരെ ആസൂത്രിതമായ ഒരു കൊള്ളയാണെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ ഇതിൽ എത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് SIT എത്തുന്നതേ ഉള്ളൂ. കാരണം അത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു അന്വേഷണ സംഘത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം അവരുടെ ഒരു അന്വേഷണ പരിധി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ഒരു പിന്തുണ അടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യചിഹ്നം നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു കോടതിയുടെ ഒരു പരിഗണനയിൽ നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഇതിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത കൂടുതൽ സാധ്യത നിലനിൽക്കുന്നു. അതായത് വരും ദിവസങ്ങളിൽ കോടതിയുടെ ഒരു പരിഗണനയിൽ വരുന്നൊരു വിഷയം ഇത് കേന്ദ്ര ഏജൻസിക്ക് വിട്ടു നൽകണോ? കാരണം ശുപാർശ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതിയായിരുന്നു തുടക്കം തൊട്ട് തന്നെ ഉന്നയിച്ചത് ഇതൊരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിലേക്ക് അടക്കം എത്തിയേക്കാവുന്നൊരു കാര്യമാണ് എന്ന് തുടക്കം തൊട്ട് തന്നെ ഹൈക്കോടതി അടക്കം ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ SIT നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സാധ്യത, അതായത് കൂടുതൽ സാധ്യത ഇനി നിലനിൽക്കുന്നു. കാരണം ഈ ഒരു IB അടക്കം ഒരു സാധ്യത, ഒരു ശുപാർശ സമർപ്പിച്ചതുകൊണ്ട് കൂടുതൽ ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര ഏജൻസിയെ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ SITക്ക് മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ കനത്ത തിരിച്ചടി നേരിട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ ഒരു അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുക, അത് മുൻ ദേവസ്വം, അതായത് ഒരു ദേവസ്വം മന്ത്രിയിലേക്കടക്കം എത്തി നിൽക്കുന്നു. ദേവസ്വം മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടരുന്നു. ഒപ്പം തന്നെ PS പ്രശാന്തിനെ അടക്കം ഇനി വീണ്ടും ചോദ്യം ചെയ്യുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഈ ഒരു സമ്മർദ്ദം ഒഴിവാക്കണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസി ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. ഒപ്പം തന്നെ ഈ ഒരു സർക്കാരിൻ്റെ സമ്മർദ്ദം ഒഴിവാക്കിക്കൊണ്ട് സുഗമമായ അന്വേഷണം കൂടുതൽ ഉന്നതിലേക്ക് എത്തണമെങ്കിൽ അത് ഒരു കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു കണ്ടെത്തൽ കൂടി ഹൈക്കോടതി നടത്തുകയാണെന്നുണ്ടെങ്കിൽ, കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപടക്കം ഹൈക്കോടതിയുടെ ഒരു കനത്ത വിമർശനം വന്നിരുന്നു, ഈ ഒരു അന്വേഷണത്തിൽ ഒരു അലംഭാവം നേരിടുന്നു എന്നടക്കമുള്ള രീതിയിൽ. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച ആരോപണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൻ്റെ മേലെ ഒരു സമ്മർദ്ദം ചെലുത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു കേന്ദ്ര ഏജൻസിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതുമാണ്. ഒപ്പം തന്നെ ഡിമണി അടക്കം തീർച്ചയായും അത്തരം ഇടപെടലുകൾ ഉണ്ടാകാം. വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേലുണ്ടാകാം. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും. സാരംഗ്, ഇവിടെ നമുക്കറിയാം ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തത് അവർ രഹസ്യമായി വെക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ
യു ഡി എഫ് കൺവീനറെ അടൂർ പ്രകാശിനെ മൊഴിയെടുക്കുമെന്ന വിവരം അതവർ പുറത്തുവിടുന്നു. അതായത് ഞങ്ങൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക്, ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല ഇതിൽ ബന്ധം, മറ്റ് യു ഡി എഫിലുള്ളവർക്കും ബന്ധമുണ്ട്, കോൺഗ്രസ്സുകാർക്കും ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി, പോറ്റിയും സോണിയാഗാന്ധി തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ യു ഡി എഫ് നേതാക്കളെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക്, ഒരു കടന്നാക്രമണം നടത്തുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. പക്ഷേ ഈ ശബരിമലയിലെ സ്വർണം കട്ടതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല, ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും കഴിയില്ല. പക്ഷെ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അലംഭാവം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ കേസ് ഈ കോടതി പലതവണ താക്കീത് നൽകുന്നുണ്ട്, കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പല ഉന്നതരെയും സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ സാരംഗേ? തീർച്ചയായും. കാരണം ഉന്നതരിലേക്ക് വളരെ പെട്ടെന്ന് എത്താതിരിക്കാനുള്ളൊരു സമ്മർദ്ദം, അത്തരത്തിലുള്ള സമ്മർദ്ദം നടന്നിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തടക്കം ഉണ്ടായിരുന്ന ഒരു അലംഭാവമാണ് പിന്നീട് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അലംഭാവം കാണിക്കുകയോ ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ളൊരു രീതി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടാവുകയോ ചെയ്താൽ അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടികളിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അലംഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉന്നതരിലേക്ക് എത്താൻ മടി കാണിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ടോം സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിലേക്ക് ഈ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നു. അതിൽ രാഷ്ട്രീയം കാണുന്നതിന് പകരം അതിലുപരി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രം ഇതിന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ആ രീതിയിൽ മാത്രമായിരിക്കും ഇത് കാണുക. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ ഒരു അന്വേഷണം SITയുടെ കയ്യിൽ നിന്നും തെന്നിപ്പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിദഗ്ധമായി, അതായത് വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഒരു അന്വേഷണ പുരോഗതി അടക്കം കൈവിട്ടു പോകും. കാരണം അന്വേഷണം പൂർണ്ണമായി SITയിൽ നിന്നും കേന്ദ്ര ഏജൻസിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ രീതിയും എല്ലാം മാറ്റം വരും. കാരണം കേന്ദ്ര ഏജൻസികളുടെ രീതി ഒരു കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഒരു പോലീസിൻ്റെ ഒരു രീതിയിൽ നിന്നായിരിക്കില്ല, ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇതിൻ്റെ ഗൂഢാലോചനയിലേക്ക് എത്തുന്ന രീതിയിലേക്കായിരിക്കും അന്വേഷണം മാറുക. അത്തരത്തിലുള്ളൊരു മാറ്റം SITയും ആഗ്രഹിക്കുന്നില്ല, ഒപ്പം തന്നെ ഭരണ സംവിധാനത്തിൽ നിൽക്കുന്നവരും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പിന്നീട് രാഷ്ട്രീയ ലാഭത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കും. കാരണം ഒരു നിയമസഭാ ഇലക്ഷൻ വാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഇപ്പോൾ ഒരു സംശയത്തിന്റെ പേരിൽ പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ടുള്ള അറസ്റ്റിലേക്കും ഒപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കും. അത്തരം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സുഗമമായി അന്വേഷണം നടക്കുന്നു അല്ലെങ്കിൽ നടത്താനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകുന്നു എന്നൊരു ചിത്രം നിലനിർത്താൻ ഇപ്പോൾ സർക്കാർ അടക്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിരോധം എന്ന തരത്തിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഈ ഒരു അടൂർ പ്രകാശിനൊപ്പമുള്ള ഈ ഒരു അന്വേഷണത്തിൻ്റെ രീതി, അടൂർ പ്രകാശിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം ഈ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അങ്ങനെ അതായത് ഈ ഒരു CPMലേക്ക് മാത്രം അല്ലെങ്കിൽ ഭരണമുന്നണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത്. പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അല്ലെങ്കിൽ അവരും ഇതിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ട് എന്നൊരു ചിത്രം പതുക്കെ തെളിഞ്ഞു വരുന്നു എന്ന തരത്തിലേക്കടക്കം രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനും CPM ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ അപ്പോഴും അന്വേഷണ പുരോഗതി മാത്രമായിരിക്കും അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി മാത്രമായിരിക്കും ഹൈക്കോടതി വിലയിരുത്തുക. ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളടക്കം ഹൈക്കോടതി നിരീക്ഷിക്കാൻ സാധ്യതയില്ല. അങ്ങനെ അന്വേഷണ പുരോഗതിയിൽ എന്തെങ്കിലും അലംഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ വാർത്ത കൊടുത്തതുപോലെ തന്നെ കൂടുതൽ ഭാഗങ്ങളിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. മാത്രമല്ല അമൂല്യമായ പല വസ്തുക്കളും ഭക്തരടക്കം ഇവിടെ സംഭാവനയായി അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു രീതി അടക്കമുണ്ട്. അതിലടക്കം അതായത് ഒരു ക്ഷേത്രം, ശബരിമല ക്ഷേത്രം എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളത്തിലെ മറ്റ് പല ക്ഷേത്രങ്ങളിലേക്ക് അടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള അന്വേഷണം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്.